അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ടിപ്പു ബാക്ക്ഗ്രൗണ്ടിൽ ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. ടിപ്പുവിന് കുറച്ച് ക്ഷീണമൊക്കെ ആയിരുന്നു കേട്ടോ. പുള്ളിക്ക് നമ്മുടെ എല്ലും കപ്പം വെച്ചപ്പം എൻ്റെ എല്ല് ഫുള്ള് കഴിച്ച് പത്ത് പിടിച്ചെന്തോ ഒരവസ്ഥയിലായിരുന്നു. ഇപ്പോൾ ഓക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ മീഷോ വഴി കുറച്ച് ശംഖുപുഷ്പത്തിൻ്റെ വിത്ത് പിടിച്ചായിരുന്നു. അപ്പോൾ അതിലേകദേശം 14 എണ്ണത്തോളം നമുക്ക് മുളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയ കൂടയ്ക്കകത്തൊക്കെ അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഏകദേശം ഒരു ഒരടി ഹൈറ്റ് ആകാറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളത് വലിയൊരു പോട്ടിലേക്ക് മാറ്റിയിടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു വീഡിയോ പോലെ എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് പിടിച്ച് കിട്ടുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. പല പല കളറുണ്ടെന്നൊക്കെയാണ് അവർ പറഞ്ഞേക്കുന്നത്. നമുക്ക് എന്തായാലും മുളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമേ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുന്ന സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കമൻറ്റൊക്കെ പ്രതീക്ഷിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ അതെ, ടോട്ടൽ നമുക്ക് ഇത്രയും പ്ലാന്റ്സ് മുളച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ട്രേക്കകത്താണ് കേട്ടോ പാകിയത്. അപ്പോൾ അതിനകത്ത് 2 എണ്ണം കൂടെ വരുന്നുണ്ട്. അത് ഇച്ചിരി കൂടെ വളർന്ന് വലുതായാലേ നമുക്കിത് മാറ്റിയിടാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചെറിയ രീതിയിൽ കളയൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്കിത് ഓരോന്നായിട്ട് ഇനി പോട്ടിലേക്ക് മാറ്റിയിടാൻ പോവാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോട്ടി നട്ടിട്ട് വലിയൊരു റിങ്ങൊക്കെ കൊടുത്ത് ഇങ്ങനെ കുത്തി നിർത്താൻ വേണ്ടിയാണ്. അപ്പോൾ നല്ല രസമായിരിക്കുമല്ലോ. നമ്മളിപ്പോൾ 5 ചട്ടികളാണ് കേട്ടോ നട്ടേക്കുന്നത്. ഇനിയിപ്പോൾ 3 എണ്ണം കൂടി ഉണ്ട്. നമ്മൾ മൊത്തത്തിൽ 8 ചട്ടികളാണ് വാങ്ങിയായിരുന്നത്. ഇപ്പം നമ്മുടെ അടിയിൽ എല്ലുപൊടിയൊക്കെ ഇട്ടാണ് കേട്ടോ സെറ്റ് ചെയ്ത് നട്ടേക്കുന്നത്. ഉണ്ടോ ഇതേപോലെ കുറച്ച് പോട്ടി മിക്സ് ഇട്ടിട്ട്, പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ നമ്മളിത് മൊയിലൻകുടിൻ്റെ അടിയത്തെ മണ്ണാണേ. അപ്പോൾ അത് നല്ല വളക്കൂറുള്ള മണ്ണാണ്. പിന്നെ അതിലേക്ക് ഇച്ചിരി എല്ലുപൊടിയും കൂടി ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ പ്ലാന്റ് ഇറക്കി വയ്ക്കുന്നത്. നല്ല പവറിലങ്ങ് വളർന്നു വന്നോളൂ. ഇനിയിപ്പോൾ നമ്മളിതിൻ്റെ സൈഡിൽ ഫുള്ള് മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പം നമുക്കിപ്പോൾ മൊത്തത്തിൽ 2 കളറാണ് കേട്ടോ ഉള്ളത്. ഒന്ന് വൈറ്റും ഉണ്ട്, പിന്നെ ഒരു ബ്ലൂ കളറിന് ഒരു വയലറ്റ് ഉണ്ട്. ചിലപ്പോൾ നമുക്ക് ബ്ലൂ ആയിട്ട് തോന്നും, ചിലപ്പോൾ കാണുമ്പോൾ വയലറ്റുമായിട്ട് തോന്നും. അങ്ങനെയാണ് അതിൻ്റെ കളർ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ചുറ്റിനും മണ്ണൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ചോടൊന്ന് ജസ്റ്റ് ഒന്ന് ഉറപ്പിച്ചു കൊടുക്കുവാണേ. അപ്പോൾ നമ്മളിപ്പം 8 ചെടി നട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 6 എണ്ണം കൂടെ നടാനും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ 8 പോട്ടാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ അത്രയും നട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇലകളിൽ വലിയ വ്യത്യാസമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. നോർമലായിട്ടുള്ള ശംഖുപുഷ്പം പോലെ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ വളർത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് വേറെ വീഡിയോ എടുത്ത ദിവസം കാണാം.